ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഡെയിലി വ്ളോഗ് വീഡിയോ ആണ്. അപ്പം നേരെ എണീച്ച് വേഗം പല്ലേച്ച് അടുക്കളയൊക്കെ വിട്ടു. അവിടെ എന്തെങ്കിലും ഉണ്ടാക്കിയാണോ നോക്കണം. അത് കഴിഞ്ഞിട്ട് അതെടുത്ത് തിന്നണം. അതൊക്കെയാണ് പരിപാടി. ഞാൻ എനിക്ക് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ചൂടാറിയപ്പത്തിൽ കട്ടനും ആയിരുന്നു ഉണ്ടായത്. അത് നേരെ തിന്ന് നേരെ അടിച്ചാരാൻ പോകും. നമ്മൾ സ്വന്തം വീട്ടിലാകുമ്പോൾ അറിയാലോ, നേരം വൈകി എണീക്കുക, നേരം വൈകി പണിയെടുക്കുക, അങ്ങനെ ഒരു സംഭവം സിസ്റ്റം നേരത്തെ ഉള്ളതാണല്ലോ. അത് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ നിന്ന് കുറിക്കുണ്ടായിരുന്നു. അത് ഞാനും മോനും കൂടി തിന്നിത്തിരുന്ന്. പിന്നെ ഈ തണുപ്പ് ഇഷ്ടമാണെന്ന് വെച്ചാൽ ഇഷ്ടമാണ്, പക്ഷേ വലിയ താല്പര്യം ഇല്ലതാനും. പിന്നെ കിട്ടിയാൽ നല്ലോണം കഴിക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്കായിട്ടേ നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങൾ കൊടുക്കാറുള്ളൂ. പല്ലൊക്കെ നല്ലോണം പുഴുത്ത് തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ കുറച്ചു നേരം മടി പിടിച്ച് ഞങ്ങളെ കുളിപ്പിയൊക്കെ തന്നെയായിരുന്നു. അത് കഴിഞ്ഞപ്പം ഹലോ വരി ഹലോ ഹലോ വരി ഹലോ വരി ഹലോ ഹലോ വരി രാജി ഹലോ. അപ്പോൾ മോനെ സിസ്റ്റേഴ്സ് കൊണ്ടുപോയിട്ടുണ്ട്. ഇന്ന് ക്ലാസ് ഒന്നും ഇല്ലാത്ത തന്നെ ഒരു ഫേസ് വാഷ് ചെയ്യാം. നമ്മുടെ മെയിൻ ആളെന്ന് പറയുന്നത് ഇപ്പോൾ കടലപ്പൊടിയാണ്. പിന്നെ തൈര് ഓക്കെ. ഈ തൈര് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. സീമക്കേട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കടലക്ക് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഇതിലേക്ക് പിന്നെ മറ്റൊരു ഇല്ലെന്ന് പറഞ്ഞാൽ കോഫി പൗഡർ. ഇത് കയ്യിൽ കാണിച്ചിട്ടുണ്ടായിട്ടുണ്ട്. അപ്പം കോഫി പൗഡർ ഇത് ഓപ്ഷണലാണ്, ബട്ട് ഉപയോഗിച്ചാൽ ബെറ്റർ ആയിരിക്കും. നല്ല റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ. ഞാൻ തൈര് കടലപ്പൊടി മാത്രമായിട്ടും പ്ലസ് ഇതായിട്ടും രണ്ടായിട്ട് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം കോഫി പൗഡർ യൂസ് ചെയ്തിട്ടുള്ളതാണ് കുറച്ചുകൂടി ഒന്ന് ബെറ്റർ ആയിട്ട് തോന്നി. നമുക്കിത് മിക്സ് ചെയ്യാം. കുറച്ചൊരു കടലപ്പൊടി എടുക്കാം. അതിലേക്ക് കുറച്ച് തോനെയായിട്ട് കുറച്ച് കോഫി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് ഓവറായിട്ടുണ്ട്, ഞാൻ അവിടെ തന്നെ എടുക്കുകയാണ്. കുറച്ച് കോഫി പൗഡറും നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുന്നേ വീഡിയോ എടുത്തതോ മൈക്ക് ഓഫ് ആയി പോയില്ലേ, ഓണാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് തൈര് കേട്ടോ ആദ്യം ഒഴിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി. തൈര് ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇത് കുറച്ചൊരു കട്ട മീൻസ് തിക്നെസ് ഉള്ള തൈരാണ്, അതുകൊണ്ട് പേസ്റ്റ് രൂപത്തിൽ നന്നായിട്ട് കിട്ടും. പൊങ്ങച്ചം പറഞ്ഞാൽ നല്ല കേട്ടോ. അത് പാകത്തിലുള്ള തൈര് ഇതിലേക്കായി നല്ല പേസ്റ്റ് പറ്റിക്കണോ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കൊണ്ടുവരിക. ഓക്കെ, കണ്ടോ? ഇത് കളർ ഒരുമാതിരി ഞാൻ എന്നാലും കുഴപ്പമില്ല. പിന്നെ ഇത് മെയിനൊരു പ്രോബ്ലം എന്ന് പറയുന്നത് തൈരിൻ്റെ സ്മെല്ല്. അത് ഒരുമാതിരി സ്മെല്ലാണല്ലോ, ആ സ്മെല്ലുണ്ട്. അല്ലാണ്ട് എല്ലാം ഓക്കെയാണ്, നല്ല റിസൾട്ടൊക്കെ കിട്ടും. അപ്പം ഈ ഒരു സാധനം നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം. അതിൻ്റെ മുന്നേ ആയിട്ട് നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യണം. അതും കടലപ്പൊടി വെച്ചിട്ടോ അല്ലെങ്കിൽ ഫേസ് വാഷ് വെച്ചിട്ടോ കഴുകാം. ഈ കടലപ്പൊടി വെച്ചിട്ട് എങ്ങനെയാ വെച്ചാൽ ആദ്യം മുഖം കഴുകിയിട്ട് കുറച്ച് പൊടിയെടുക്കാം. എന്നിട്ട് അതിൽ ഒരു പരട്ടി വെക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തെടുക്കാം. എന്നിട്ട് നല്ലോണം കഴുകി കളയാം. അപ്പം നമുക്കൊരു ഫേസ് വാഷ് ആയിട്ട് കടലപ്പൊടി യൂസ് ചെയ്യാം. അത്രയാണ്. എന്നിട്ട് ഈ ഒരു സാധനം മുഖത്ത് നല്ലോണം തേച്ച് പിടിപ്പിക്കും. അപ്പം ഞാൻ പോയിട്ട് അതും കഴുകി വെച്ച് വരാം. ഓക്കെ, അതെ ഫേസ് നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. വെള്ളത്തിന് കുറച്ച് കളയാം. നമ്മുടെ ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മുഖത്ത് എല്ലായിടത്തും അങ്ങനെ ഈ ഒരു പ്രശ്നമാണ് കേട്ടോ. അല്ലാതെ നന്നായിട്ട് തിക്കായിട്ട് തന്നെ മുഖത്ത് തേച്ചെടുക്കാം. മുഖമൊക്കെ നല്ലോണം തേച്ചിട്ട് ടാനും എല്ലാവർക്കും എന്തുകൊണ്ട് ഒട്ടിപ്പോട്ടെ. ശരിക്കും ഈ ഒരു ഫേസ് മാസ്ക് കൊണ്ട് നല്ല ഉപകാരമുണ്ട്. ടാനൊക്കെ നല്ല വൃത്തിക്ക് പോവും. ഏകദേശം ഒരു ആഴ്ചയിൽ 2 ദിവസം ഉപയോഗിക്കാം. എന്നാൽ തന്നെ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ. എല്ലാ സ്ഥലത്തും നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കാം.
ഇനി ഭയങ്കര തൈരിന്റെ സ്മെല്ലാട്ടോ. ആ ഒരു സ്മെല്ല് പ്രശ്നം. പിന്നെ തൈര് തന്നെ ഉപയോഗിക്കണമെന്നില്ല. തൈരിന് പകരം മോയ്സ്ചറൈസർ ആയിട്ടാണ് തൈര് നമ്മൾ ശരിക്കും യൂസ് ചെയ്യുന്നത്. അതിന് പകരമായിട്ട് നമുക്ക് പാലോ അല്ലെങ്കിൽ തേനോ എന്തായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഈ കാപ്പിപ്പൊടി എന്നുള്ളത് ഓപ്ഷണലാണ്. അതില്ലാതെ നമുക്ക് ഈ ഒരു ഫേസ് മാസ്ക് നോക്കാം. പിന്നെ കുറച്ചുകൂടി റിസൾട്ട് കിട്ടുക ഈ ഒരു കാപ്പിപ്പൊടി ഉപയോഗിക്കുമ്പോഴാണ് മാത്രം. മിൽക്ക് മൈക്രോഫൈ പോയി ഫുള്ള് ഫ്ലോപ്പ് ആയി എന്താ ചെക്ക് ചെയ്യുന്നത്. കഴുത്തിലും ഒക്കെ നല്ലോണം അപ്ലൈ ചെയ്തെടുക്കാം. ഈ കണ്ണിന് ഈ ഒരു ഉൾപോഷം ചെയ്യണ്ട. അതെന്തുകൊണ്ടാവും എനിക്കറിയില്ല. എന്നാലും ചെയ്യാൻ അത്ര തന്നെ. ഓക്കെ, ഇത് കഴുകേണ്ട എപ്പോഴാന്ന് വെച്ചാൽ ഓവർ ഡ്രൈ ആയി പോയത് എന്ന് വെച്ചാൽ ഡ്രൈ ആവാതിരിക്കുകയും ചെയ്യരുത്. പറയും ഡ്രൈ ആയിട്ട് മുഖത്തൊന്ന് ചുളിയല്ലേ, അതിൻ്റെ ഒക്കെ കുറച്ച് മുമ്പായിട്ട് നമുക്കത് കഴുകി കളയാട്ടോ. നല്ല റിസൾട്ട് എന്താണ് എനിക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് കിട്ടുന്നതാണ് ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യാം. പിന്നെന്താ, ഞാൻ എന്തായാലും പാത്രം കാലാക്കിയിട്ട് നോക്കി വെക്കുന്നു. നല്ല കത്തിയിൽ തന്നെ വെക്കുന്നത്. അതിനോട് കുറച്ച് ടൈം എടുക്കുന്നാലും നല്ല റിസൾട്ട് ആണല്ലോ പറയണ്ടേ. ഇനി ഞാൻ ഉണക്കി സെറ്റാക്കിയിട്ട് വരാട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. കുറച്ചൊക്കെ പറ്റുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഓവർ ഡ്രൈ ആയി പോരുത്, എന്നാലോ ഡ്രൈ ആവാതെ ഇരിക്കരുത്. ആ ഒരു ടെക്സ്ചർ ഇവിടെ കുടിക്കുന്നുണ്ടല്ലേ. അപ്പം ഇനി ഇത് കഴുകി കളയാം, എന്നിട്ട് റിസൾട്ട് കാണിക്കാവേ. കണ്ടില്ല, മുഖത്തൊക്കെ നല്ല ഗ്ലോ കിട്ടിയിട്ടുണ്ട്. സത്യമായിട്ടും ഉള്ളത് തന്നെ കേട്ടോ പറയുന്നത്. കാരണം ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്. അത് ആഴ്ചയിൽ 2 വട്ടമായിട്ട് ചെയ്യലുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും വിചാരിക്കുക. ഫസ്റ്റ് എൻ്റെ ഫേസും ഈ ഒരു ഫേസും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പം ഫേസ് പാക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ചോറുന്നാൻ പോയി. നല്ല തേങ്ങ അരച്ച മീൻ കറിയും അതുപോലെ തന്നെ വഴുതനപ്പേരിയും തൈരും രാവിലത്തെ കടലയും ബാക്കിയുണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം കൂടി കൂട്ടി പുട്ടടിച്ച് അങ്ങനെ ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞു. ബൈ.